നമസ്കാരം. യാത്രാചരിതത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇത് നമ്മൾ ഒരു പാചക വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ പാചക വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു വിശേഷപ്പെട്ട അല്ലെങ്കിൽ വിശിഷ്ടമായ ഒരു പലഹാരം കൈമുറുക്ക്. തമിഴ് കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നല്ല ചടങ്ങുകൾക്കെല്ലാം, സ്ത്രീകളുടെ പ്രസവ സംബന്ധമായ അല്ലെങ്കിൽ വളകാപ്പ് അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ അവർ പരമ്പരാഗതമായി കൈകൊണ്ട് ചുറ്റി ഉണ്ടാക്കുന്ന മുറുക്ക്. ഇതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ തന്നെ നമ്മുടെ വീടിൻ്റെ അയൽവാസിയായ ഒരു ചേച്ചിയാണ് ഇത് ചെയ്യുന്നത്. ഷീല ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേര്. ആ ചേച്ചി കുറേ വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് ഈ കൈമുറുക്ക് ഉണ്ടാക്കി ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആ ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. കൈമുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് ഷീല. ഞാൻ കുറുക്കിത്താനത്ത് താമസിക്കുന്നു. വർഷങ്ങളായിട്ട് ഞാൻ ഈ പല പലഹാരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നും ഉണ്ടാക്കുന്നത് കൈമുറുക്കാണ്. അത് തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പലഹാരമാണ്. കല്യാണം അങ്ങനെ എന്തെങ്കിലും പ്രത്യേക വിശേഷങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കൈമുറുക്ക്. ഇതിൽ എള്ള, ജീരകം, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, പിന്നെ ഉഴുന്ന്, അരി. ആവശ്യത്തിന് ഉപ്പ്, എള്ള, ജീരകം, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം സമം ഇട്ട് കുഴയ്ക്കാൻ പോകുന്നു കേട്ടോ. കുഴയ്ക്കുന്നു അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മുറുക്കിന് സ്വാദും ടേസ്റ്റും. എണ്ണപ്പാട്ട കണ്ടിച്ച് ഈ ഷേപ്പിലെടുക്കുകയാണ് ഈ അച്ഛൻ. ചുറ്റാൻ തുടങ്ങുക. ചുറ്റട്ടെ. ഒന്നും ചുറ്റി കാണിക്കാൻ മുറുക്ക് ചുറ്റിക്കഴിഞ്ഞു. എണ്ണ അടുപ്പേ വെച്ചു. ഇനി എണ്ണ തിളച്ച് കഴിയുമ്പോൾ മുറുക്ക് ഓരോ ഇട്ട് അച്ചിഞ്ഞ് കോരിയെടുക്കണം. അത് കഴിയുമ്പോൾ മുറുക്ക് മൂത്ത് കഴിയുമ്പോൾ മുറുക്കും കോരിയെടുത്താൽ റെഡി. എണ്ണ ചൂടായി. ഞാൻ മുറുക്ക് ഇങ്ങനെ ഇടും.
ഇത് നാഞ്ചനാട്ട് പിള്ളമാരുടെ ഒരു പ്രത്യേക പലഹാരമാണ് കൈമുറുക്ക്. അവരുടെ കല്യാണം, പിന്നെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് വരിക, പെറ്റണീപ്പിച്ച് വിടുക, അങ്ങനെയുള്ള അടുക്കള കാണൽ ചടങ്ങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കൈമുറുക്ക് ഒരു പ്രധാന സാധനമാണ്. തേങ്കുഴൽ, പിന്നെ കൈമുറുക്ക്, മുന്തിരിക്കൊത്ത്, ഇങ്ങനെ 3 കൂട്ടം പലഹാരമാണ് പ്രധാനമായിട്ടും നാഞ്ചനാട്ട് പിള്ളമാർക്ക് കല്യാണം, പ്രസവത്തിന് വിളിച്ചുകൊണ്ട് വരിക, ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ പ്രധാനമായിട്ടും എടുക്കുന്നത്. കൈമുറുക്ക് റെഡി. ഈ കളർ വരുമ്പോഴാണ് എടുക്കേണ്ടത്. ബ്രൗൺ കളർ വരും. മുറുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തമിഴ്നാടിൻ്റെ തനത് പലഹാരം കൈമുറുക്ക് നമുക്ക് നോക്കാം. ഇതാ ചില്ല് പോലിരിക്കുന്ന കറുമുറയിരിക്കുന്ന സാധനമാണ് തമിഴ്നാടിൻ്റെ തനത് പലഹാരം കൈമുറുക്ക്. ഷീല ചേച്ചി നമുക്കായിട്ട് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വളരെ ക്രിസ്പിയാണ്, നല്ല ചില്ല് പോലിരിക്കുന്ന സാധനമാണ്. നമുക്ക് എന്താ പറയുക, നാളെ നമുക്കൊരു വിശിഷ്ട അതിഥി ഉണ്ട്. അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തയ്യാർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ് സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ തമിഴ്നാടിൻ്റെ ഈ സ്പെഷ്യൽ പലഹാരം കൈമുറുക്ക് ഇത് ആവശ്യക്കാർക്ക് ചേച്ചി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ചേച്ചി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഈ കടവഴിയൊന്നും കിട്ടുന്ന ഒരു മുറുക്കല്ല. ഇതിൻ്റെ നിങ്ങൾ കണ്ടല്ലോ, ഇതിനുണ്ടാക്കുന്ന രീതികളൊക്കെ കണ്ടല്ലോ. ഇത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ചേച്ചിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദയവായിട്ട് അവർക്ക് ഓർഡറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിത്തരും. ഇത് കൂടാതെ തമിഴ്നാടിൻ്റെ വിവിധ പലഹാരങ്ങൾ, തനി നാടൻ ഇനങ്ങളിൽപ്പെട്ട മുന്തിരിക്കൊത്ത് പോലെയുള്ള, തേൻകുഴൽ പോലെയുള്ള പലഹാരങ്ങളെല്ലാം ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാക്കിത്തരും. എന്തായാലും നമുക്ക് നാളെ നമ്മുടെ വിശിഷ്ട അതിഥിക്ക് ഇത് കൊടുത്ത് നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് കൂടി നമുക്കിത് നോക്കാം. നമ്മൾ മുറുക്കുണ്ടാക്കിയ സമയത്ത് പറഞ്ഞിരുന്നു ഇത് ഒരു വിശിഷ്ട വ്യക്തിക്ക് നമ്മുടെ ഒരു വിശിഷ്ട അതിഥിക്ക് നമ്മൾ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ആ വിശിഷ്ട അതിഥി ഇപ്പോൾ നമ്മളൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഇത് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എബിൻ ഭായി, നമ്മള് ഒരു നാടൻ മുറുക്ക്, നാടൻ ഒരു പലഹാരം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ചിട്ട് ഇതിനെ പറ്റി ഒന്ന് പറയണം. സന്തോഷവും കഴിച്ചു നോക്കാം. നമസ്കാരം, ഞാനും ഉണ്ട്, അഭിലാഷും ഉണ്ട്. അഭിലാഷ് സാധാരണ എന്റെ ക്യാമറയുടെ പിന്നിലാണ്, ഇപ്രാവശ്യം മുന്നിലുണ്ട്. എടുക്ക് പ്രദീപ്. ഓക്കെ, അപ്പൊ നമുക്ക് മുറുക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ വന്നിട്ട് കുറെ വെറൈറ്റീസ് ഫുഡ് കഴിച്ചതാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് മുറുക്കിലേക്ക് വരുന്നത്. ഞങ്ങൾ കരിങ്കോഴി കൊണ്ട് 2 വെറൈറ്റി കറികള്, അതുപോലെ തന്നെ തിലാപ്പിയ ഒരു കറിയാക്കിയതുണ്ടായിരുന്നു. പിലാവ് ചെറിയ അരി കൊണ്ടുള്ള, ജീരശാല അരി കൊണ്ടുള്ള പിലാവ് ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ സാലഡും പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. വേറെന്തോ ഒരു കാര്യം കൂടെ, തൈര്, നല്ല നാടൻ പശുവിന്റെ തൈര്, നെയ്യുള്ള തൈര്, അതൊക്കെ കഴിച്ചാണ്. ഒക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞതേ മുറുക്കിലേക്ക് വന്നിരിക്കുകയാണ്.
ഇങ്ങനെ ചില്ലാണോ? കറുമുറ കടിച്ച് തിന്നാനായിട്ട് മുറുക്ക് നമ്മുടെ ആ നാടൻ രീതിയിലുള്ള അല്ലേ? അതെ. ഇത് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു ശൈലിയിൽ നമുക്ക് അതേ രീതിയിൽ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വീട്ടിലുണ്ടാക്കിയാൽ അതിനൊരു പ്രത്യേക രുചിയും അതുപോലെ തന്നെ അതിൻ്റെ ആ എള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ, എള്ളിൻ്റെ ടേസ്റ്റും ഒക്കെ നമുക്ക് നാവിൽ തരുന്ന അടിപൊളി ഒരു കറുമുറ മുറുക്ക്. കൊള്ളാം, അടിപൊളി. താങ്ക് യു.